ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ഈക്വൽ ERP. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GSTR1 റിപ്പോർട്ട്സുകൾ എങ്ങനെ ഈസിയായി ഈക്വൽ ERP സോഫ്റ്റ്വെയറിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഈക്വൽ ERPയിൽ GSTR1 റിപ്പോർട്ട്സ് എടുക്കുന്നതിനായി സെയിൽസ് റിപ്പോർട്ടിൽ നിന്നും GSTR1 റിപ്പോർട്ട്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട GSTR1 റിപ്പോർട്ട് ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് ആയോ JSON ഓർ എക്സൽ ഫയൽ ഫോർമാറ്റായോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സിനായി നിങ്ങൾക്ക് വേണ്ട റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് പീരീഡ് കൊടുത്ത് പ്രോസസ്സ് ചെയ്താൽ സാധിക്കും. ഡേറ്റിനെ തൊട്ട് താഴെയായി മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉള്ളവരാണെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രാഞ്ചസ് ഡീറ്റെയിൽസുകളായും GSTR1 പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ എന്നിവ അവോയ്ഡ് ചെയ്യാനും ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. ആവശ്യമായ ഫിൽട്രേഷൻസുകൾ കൊടുത്ത് ഓക്കെ കൊടുത്താൽ റിപ്പോർട്ട്സ് ലോഡാകും. ഈ വരുന്ന റിപ്പോർട്ടിൽ എക്സൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. JSON ഓർ എക്സൽ ഫയൽ ജനറേറ്റ് ചെയ്യാൻ സെയിൽസ് റിപ്പോർട്ടിൽ GSTR1 റിപ്പോർട്ട്സിൽ ജനറേറ്റ് GSTR1 JSON ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ ആവശ്യമായ ഡേറ്റ് കൊടുത്ത് ഫിൽട്രേഷൻസ് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സെറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ റിപ്പോർട്ടിലുള്ളതുപോലെ JSON ഓർ എക്സൽ ജനറേറ്റ് ചെയ്യുമ്പോഴും സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, എക്സൽ എക്സ്ക്ലൂഡ് ചെയ്യുവാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. തുടർന്ന് എക്സൽ ജനറേറ്റ് ചെയ്യാൻ ജനറേറ്റ് എക്സൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ കൊടുത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ആയ എക്സൽ ഫയൽ ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ടാബ്സായി ജനറേറ്റ് ആയതായി നമുക്ക് സ്പെസിഫൈഡ് പാത്തിൽ ജനറേറ്റ് ആയ എക്സൽ ഫയൽ നോക്കിയാൽ കാണാൻ സാധിക്കും. JSON ഫയലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പ്രിപ്പയർ JSON ബട്ടൺ ക്ലിക്ക് ചെയ്ത് JSON ഫയൽ ആവശ്യമായ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ലൊക്കേഷനിൽ ചെന്ന് നോക്കിയാൽ JSON ഓർ എക്സൽ ഫയൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. JSON ഫയൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ റിലേറ്റഡ് എറേഴ്സ് എന്തെങ്കിലും വന്നാൽ ഈക്വൽ ERPയുടെ റൂട്ട് ഫോൾഡറിൽ GSTR1 JSON എറർ ലോഗ് എന്ന ഫയലിൽ എറർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും. എറർ ലോഗിന് ആവശ്യമനുസരിച്ച് കറക്ഷൻസ് വരുത്തിയതിനു ശേഷം സോഫ്റ്റ്വെയറിൽ നിന്ന് വീണ്ടും JSON ഫയൽ ക്രിയേറ്റ് ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.